അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ ടെക്നോളജി രംഗത്തെ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടിയാണ് അനീഷ് ടെക് യൂട്യൂബ് ചാനലിൽ നമ്മളിതാ പുതിയ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ടെക് അപ്ഡേറ്റ്സ്. സോ എല്ലാവർക്കും ടെക് അപ്ഡേറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്ത നോക്കുവാണെങ്കിൽ ഹുണ്ടായിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ സ്മാർട്ട് ഫോണിലും മറ്റും കണ്ടിട്ടുള്ള ഫിംഗർ പ്രിന്റ് ലോക്ക് പുതിയ കാറുകളിൽ പരീക്ഷിക്കാൻ ഒരുങ്ങിയാണ് ഹുണ്ടായി. 2019 ആദ്യ പാദത്തിൽ ഇറങ്ങുന്ന ഹുണ്ടായി കാറുകളിൽ ഇനി ഫിംഗർ പ്രിന്റ് ലോക്കും ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ഡ്രൈവറിന്റെ ഫിംഗർ പ്രിന്റ് എൻറോൾ ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഹുണ്ടായുടെ കാറുകളിലുണ്ട്. അങ്ങനെ എൻറോൾ ചെയ്യുന്ന വഴി കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡ്രൈവർ അകത്ത് കയറി ഫിംഗർ പ്രിന്റ് എൻറോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളുടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അനുസരിച്ച് അതിന്റെ സീറ്റും അതേപോലെ മിറേഴ്സും എല്ലാം ഓട്ടോ അഡ്ജസ്റ്റ് ആകും എന്നുള്ള ഒരു ഫെസിലിറ്റിയാണ് പുതിയ ഹുണ്ടായിയുടെ കാറുകളിൽ ഫിംഗർ പ്രിന്റ് അവതരിപ്പിക്കുന്നതോടുകൂടി ലഭിക്കുന്നത്. 2019 ചൈനയിൽ ഇറങ്ങുന്ന കാറുകളിലായിരിക്കും ആദ്യം ഈ ഒരു പരീക്ഷണം ഹുണ്ടായി നടത്തുക. ഈ ഒരു പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വേണമെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങുന്ന കാറുകളിൽ നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ കണ്ടെന്ന് വരാം. ഹുണ്ടായി അല്ല ആദ്യമായിട്ട് ഈ കാറുകളിൽ ഈ ഫിംഗർ പ്രിന്റ് സെക്യൂരിറ്റി കൊണ്ടുവരുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത്. എന്നാൽ ഹുണ്ടായുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഡോർ ഹാൻഡിൽ വരെ ഈ ഒരു ഫിംഗർ പ്രിന്റ് ഹുണ്ടായി കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഹുണ്ടായുടെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഡോർ ഹാൻഡിലൊക്കെ ഫിംഗർ പ്രിന്റ് കൊണ്ടുവരുമ്പോഴുള്ള ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയ്ക്ക് ഒരു വെതർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് വേണം ഈ കാറുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നുള്ളതാണ്. സോ ആ ഒരു വെല്ലുവിളി ആയിരിക്കണം ഹുണ്ടായി ഏറ്റെടുത്തിരിക്കുന്നത്. സാംസങ് S10 പുതിയൊരു ഇമേജ് ലീക്ക് ആയതാണ് അടുത്ത ടെക് ലോകത്തെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. ഒരാൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത്ര വൈറലായ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു സാംസങ് എംപ്ലോയി ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ഒരു പിക്ചറാണ് ലീക്ക് ആയിരിക്കുന്നത്. എന്നാൽ ആ ഫോണിന് S10 ഒരു സിമിലാരിറ്റി, കാരണം S10 എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ കുറെ ഫോട്ടോസ് ഒക്കെ ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പല ലീക്കുകളും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ശരിവെക്കത്തക്ക രീതിയിലുള്ള ഒരു പിക്ചറാണ് ലീക്ക് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു പിക്ചർ റിസംബ്ലൻസ്, അതായത് പുതിയ S10 ആവാനുള്ള ഒരു ചാൻസസ് ആണ് പുതിയ ടെക് ലോകത്ത് നിന്ന് വരുന്ന ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത്. S10 ലോഞ്ച് ചെയ്യുന്നത് അടുത്ത കൊല്ലം ആദ്യ പാദത്തിലാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി മാർച്ച് സമയത്താണ് പുതിയ S10 ലോഞ്ച് എന്ന് പറയുന്നത്. സോ അതിന് 1-2 മാസം മുമ്പ് നിൽക്കുകയാണ് ഈ ഒരു പിക്ചേഴ്സ് ലീക്ക് ആവുന്നത്. നമുക്കറിയാം ഐഫോൺസിന്റെ കേസിലും ഇതേപോലെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ലീക്ക് ചെയ്തിരുന്നു. അതുപോലെ Pixel 3 ഇറങ്ങാൻ നേരം ഇതേപോലെ ഒരു എംപ്ലോയിയുടെ കയ്യിൽ നിന്നെന്ന് പറഞ്ഞിട്ട് കുറച്ച് പിക്ചേഴ്സ് ലീക്ക് ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം ശരിവെക്കത്തക്ക രീതിയിലായിരുന്നു അതിന്റെ റിലീസ് വന്നപ്പോഴും നമ്മൾ കണ്ടത്. സോ അതൊക്കെ നമ്മൾ നോക്കി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പൊ ലീക്ക് ആയിരിക്കുന്ന ഒരു പിക്ചറും ഓൾമോസ്റ്റ് S10 ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. സോ എനിവേ സാംസങ് S10 റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വാർത്ത കൺഫേം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് ശരിക്കുമുള്ള S10 ആയിരുന്നു എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തൊരു ടെക് ന്യൂസ് ഷവോമിയിൽ നിന്നാണ്. ഷവോമിയുടെ പുതിയൊരു ഫോൺ ഈ ഡിസംബർ 24 ലോഞ്ച് ചെയ്യും. ഷവോമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെയാണ് പുതിയൊരു ടീസർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. MI Play എന്ന് പറയുന്ന ഒരു ഫോൺ ഡിസംബർ 24 ലോഞ്ച് ചെയ്യുന്നു. ഇത് ഇന്ത്യയിലല്ല ലോഞ്ച് ചെയ്യുന്നത്, ചൈനയിലാണ്. പുതിയ സ്നാപ്ഡ്രാഗൺ പ്രോസസർ വെച്ചിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുന്നതെന്ന് ചില ന്യൂസുകളുണ്ട്. ഇതിന്റെ കറക്റ്റ് അപ്ഡേറ്റ്സ് നമുക്ക് ഡിസംബർ 24 ലോഞ്ച് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഇതിന്റെ ടീസർ കാണുമ്പോൾ ഏകദേശം ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. MI Play എന്നായിരിക്കും ഈ ഫോണിന്റെ പേര് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഷവോമിയുടെ ചൈനയിലൊക്കെ ഇറങ്ങുന്ന പല ഫോൺസും ഇന്ത്യയിൽ ചിലപ്പോൾ അവൈലബിൾ ആവണമെന്ന് നിർബന്ധമില്ല. സോ എന്ത് തന്നെയായാലും ടെക് ലോകം കാത്തിരിക്കുകയാണ് പുതിയ ഷവോമിയുടെ ഡിസംബർ 24 ലോഞ്ചിന് വേണ്ടി. നമ്മളൊക്കെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോക്കാർ ഇനി അധിക ചാർജ് ഈടാക്കുമെന്നുള്ള ഒരു പേടി വേണ്ട. ഇതിനായിട്ട് ഗൂഗിൾ മാപ്പ് ഒരു ഫീച്ചർ വന്നിരിക്കുന്നു. ഡൽഹി ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. ഡൽഹിയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഗൂഗിൾ മാപ്പിൽ പുതിയൊരു ഫീച്ചർ വന്നിരിക്കുന്നത്. അതായത് അവിടുത്തെ ഓട്ടോ ഫെയറിന്റെ ചാർജസ് എല്ലാം ഗൂഗിൾ മാപ്പിൽ ലഭ്യമാവും. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് നമ്മൾ ഓട്ടോയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ വണ്ടിയിലേക്ക് പോകുന്ന രീതിയിൽ ഓട്ടോ മോഡിൽ നാവിഗേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ എത്ര ചാർജ് ആവുന്നു, അല്ലെങ്കിൽ ഈസിയസ്റ്റ് റൂട്ട് ഉണ്ടെങ്കിൽ അത് കാണിക്കും. സോ അതുകൊണ്ട് ഓട്ടോക്കാർക്ക് നമ്മളെ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ അമൃത ചാർജ് ഈടാക്കാനോ സാധിക്കാതെ വരുന്നു. ഇത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. താമസിയാതെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്കും ഈ ഒരു ഗൂഗിൾ മാപ്പിൽ ഈ ഒരു ഫീച്ചർ കൊണ്ടുവരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ടെക് ലോകത്തിൽ നിന്ന് വരുന്ന അതിരസകരമായ ഒരു വാർത്തയോട് കൂടി ഇന്നത്തെ ഈ ടെക് അപ്ഡേറ്റ് എന്ന് പറയുന്ന എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. രസകരമായ ആ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാംസങ് തങ്ങളുടെ പുതിയ Note 9 പ്രൊമോട്ട് ചെയ്യുന്ന ഒരു
ട്വീറ്റ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത്ര വൈറലായിട്ട് ഒരു ന്യൂസ് ആവാനായിട്ടുള്ള ഒരു കാരണം. സാംസങ് നോട്ട് 9 പ്രൊമോട്ട് ചെയ്ത് ഒരു ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇത്ര എന്താണ് ഒരു തമാശയ്ക്കുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രസകരമായ ഒരു കാര്യം വരുന്നത് ആ ട്വീറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഐഫോണിൽ നിന്നാണ്. നമുക്കറിയാം സാംസങ് പോലെ അത് സാംസങ്ങിന്റെ ഒഫീഷ്യലായിട്ട് വരുന്ന ഒരു ട്വീറ്റിൽ നിന്ന് അത് പോസ്റ്റ് ചെയ്തിരി, അതും അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന നോട്ട് 9 പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐഫോണിൽ നിന്നാണ്. അതാണ് ടെക് ലോകത്തെ ഇന്ന് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. സാംസങ്ങിന്റെ നൈജീരിയ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല സാംസങ്ങിന് ഇങ്ങനെ ഒരു അമളി പറ്റുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് സാംസങ്ങിന്റെ സൗദി അക്കൗണ്ടിൽ നിന്നും ഇതേപോലെ സാംസങ്ങിന്റെ ഒരു പ്രൊഡക്റ്റിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് അവർ ഇട്ടിരുന്നു. ആ പോസ്റ്റും ഇതേപോലെ ഐഫോണിൽ നിന്നായിരുന്നു ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. സാംസങ് പോലെ ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നോട്ട് 9 ഉപയോഗിക്കുന്നവർക്ക് വരെ ഒരു നാണക്കേട് വരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ സാംസങ് തന്നെ വേറൊരു സാംസങ്ങിന്റെ ഒഫീഷ്യൽ കമ്പനിയിലുള്ള ആളുകൾ യൂസ് ചെയ്യുന്നത് ഐഫോൺ ആണെന്ന് പറയുന്നത്. സോ ടെക് ലോകത്തെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ന്യൂസ് അടങ്ങിയ ഈ ടെക് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഉപകാരപ്രദമായ ടെക് വീഡിയോ ആയിട്ട് കാണുന്നവരെ അനീഷ് സൈനിങ്.